السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم على حبيبك خير الخلق كلهم. أقول ولا يلقى لقول نائب من الناس إلا عازب العقل المبعد. وعلم أمة سيدنا محمد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലെ നേതൃത്വം, നേതാക്കൾ, എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം പള്ളിക്ക് വേണ്ടിയും ദീനിനു വേണ്ടിയും നേതൃത്വം കൊടുക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിവസങ്ങളോളായി മഹത്തായ ബുർദ മജ്ലിസിന് വേണ്ടി നമ്മുടെ സദസ്സ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കാത്തിരുന്ന ആ ഒരു ദിവസം ഇന്ന് എത്തുകയും ആ വേദിയിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം വെക്കുകയും ചെയ്തതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് നമ്മുടെ അൻസാറുൽ മുസ്ലിമീൻ എൻഗമെന്റ്സ് ഇതിന്റെ ചെറുപ്പക്കാർ, പ്രവർത്തകന്മാർ മാഷാ അല്ലാഹ് ദിവസങ്ങളായി ഇവിടെ അധ്വാനിച്ചുകൊണ്ട് ഉണ്ടാക്കിയ സദസ്സാണ്. അല്ലാഹു തആല ഇതിനുവേണ്ടി അധ്വാനിച്ച, അതുപോലെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു മഹത്തായ ബുർദയുടെ ബറക്കത്ത് കൊണ്ട് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ എല്ലാവർക്കും ദുആ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ സദസ്സിൽ പ്രത്യേകിച്ച് ദുആർക്കാണുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ സദസ്സിലെ ഭക്ഷണം അത് ഏറ്റെടുത്തത് നമ്മുടെ അൻവർ ദുബൈയാണ്. മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഇബ്രാഹിച്ചിന്റെ പേരിലാണ് ഇന്നത്തെ ഭക്ഷണം ഇവിടെ ഏറ്റെടുത്തത്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പ്രതിഫലം മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇതിന്റെ എല്ലാം സന്തോഷം ആ പിതാവിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും പിതാവിനെയും നമ്മുടെ എല്ലാവരെയും സുഖലോക സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൻവറിന്റെ ചെയ്യുന്ന ജോലിയിലും കച്ചവടങ്ങളിലും എല്ലാ കാര്യത്തിലും ഗൾഫ് ജീവിതത്തിലും കുടുംബത്തിലും ഭാര്യ മക്കളും എല്ലാ ആളുകൾക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മാഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ സ്റ്റേജ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തത്, അതിന്റെ പൈസ മുഴുവനും ഏറ്റെടുത്തത് നമ്മുടെ നാസിർ ചയും അതുപോലെ ഫാമിലിയുമാണ്. സലീമിച്ച അതുപോലെ കുടുംബക്കാർ എല്ലാവരും ചേർന്നിട്ടാണ് ഇതിന്റെ ഈ സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഉമ്മയും ബാപ്പയുടെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാസിർ ചക്കും കുടുംബത്തിനും അല്ലാഹു ധാരാളം ഖൈറും ബറക്കത്തും അല്ലാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ സദസ്സിലെ പ്രോഗ്രാം ലൈവായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസൽ മീഡിയയാണ്. ബഹുമാനപ്പെട്ട ബഷീർ മദനി ഉസ്താദിന്റെ ഇന്ന് എവിടെ പോയാലും ഏത് സദസ്സിലേക്ക് ചെന്നാലും ഫസൽ മീഡിയയാണ് ഇന്ന് കാണാൻ കൂടുതലും കാണുന്നത്. അല്ലാഹു ഇനിയും ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ഈ ലൈവ് അത് സ്പോൺസർ ചെയ്തത് നമ്മുടെ റഫീഖിച്ചയാണ്. ഗൾഫിലുള്ള റഫീഖിച്ച ഇപ്പൊ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ പ്രതിഫലം അദ്ദേഹത്തിനും കുടുംബത്തിനും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈർ നൽകണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ഇന്നത്തെ ഈ സദസ്സിലേക്ക് അരിയേറ്റെടുത്തവർ നമ്മുടെ നിസാർ 50 kg, അതുപോലെ ഫൈസൽ ഇജും 50 kg ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബുർദ മജ്ലിസ് തുടങ്ങാനായി. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാർ നമ്മുടെ സദസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് ഇവിടെ ആരംഭിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ഇരിക്കാതെ നാട്ടിലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും നമ്മുടെ സദസ്സിൽ വളരെ അച്ചടക്കത്തോടെ ഭംഗിയോടെ വന്ന് ഇരിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ മുത്തായ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. സ്വാഗത ഭാഷണത്തിലും ബഹുമാനപ്പെട്ട സയ്യിദ് വർഗളുടെ ഉദ്ഘാടന ഭാഷണത്തിലും ബുർദയുടെയും ഹബീബായ തങ്ങളുടെ മദ്ഹിന്റെയും മഹത്വങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാകാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകാനും കാരണമാണ് മഹത്തായ ബുർദ മജ്ലിസ്, മുത്തായ തങ്ങളുടെ മദ്ഹ് പാടൽ. ആ മദ്ഹ് അത് ഇപ്പോഴൊന്ന് തുടങ്ങിയതല്ല. ഹബീബായ തങ്ങളുടെ കാലത്ത് തന്നെ ആ മദ്ഹുണ്ട്. ഖുർആനിൽ ധാരാളം മദ്ഹ് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങളുടെ മദ്ഹുണ്ട്. സർവ്വ അമ്പിയാക്കന്മാരുടെ മദ്ഹും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വദ്കുർ അബ്ദനാ ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മദ്ഹാണ് ഖുർആനിൽ പറഞ്ഞത്. വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മദ്ഹാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വസകരിയ വയഹ്യ വഈസ വഇല്യാസ് കുല്ലും മിനസ് സാലിഹീൻ വഇസ്മാഈല വൽയസഅ വയൂനൂസ വലൂതൻ വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ. സർവ്വ അമ്പിയാക്കന്മാരുടെയും സർവ്വ മഹാന്മാരുടെ അമ്പിയാക്കന്മാരുടെ മദ്ഹ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ മദ്ഹ് എന്നുള്ളത് ധാരാളമായി പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഒരുപാട് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ്. സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ ആയത്തിൽ കാണാം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ.
ലോകത്തിന്റെ നേതാവിന്റെ മദഹാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ ദുനിയാവ് അല്ലാഹു പടച്ചത്, ആകാശങ്ങൾ പടച്ചത്, ലോകത്തിലുള്ള സർവചരാചരങ്ങളെ പടച്ചത്, ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ, കണ്ണിൽ കാണുന്നതും കാണാത്തതും അദൃശ്യമായതും, ഇങ്ങനെ എന്തെല്ലാം വസ്തുക്കളെ ഈ ദുനിയാവിൽ അല്ലാഹു പടച്ചിട്ടുണ്ടോ, ഇതെല്ലാം പടച്ചത് മുത്തായ തങ്ങൾക്ക് വേണ്ടിയാണ്. ആ നേതാവിനെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല അയച്ചു കൊടുത്തത് ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ ഭൂമിയിലുള്ള എല്ലാ ആളുകൾക്കും കരുണയായിട്ടാണ് അല്ലാഹു തആല കരുണയായിട്ടാണ് അയച്ചത്. മനുഷ്യനെന്നല്ല, മൃഗങ്ങളെന്നല്ല, മരങ്ങളെന്നല്ല, കല്ലുകളെന്നല്ല, എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഇത് എല്ലാത്തിനും അല്ലാഹു കരുണയുടെ അരുണവർഷമായിട്ടാണ് ലോകത്തിന്റെ നേതാവിനെ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് കേട്ടോ. ഒരു ഒട്ടകത്തിന് വിഷമമുണ്ടാകുമ്പോ അതിനെ സമാധാനിപ്പിക്കുന്നത് മുത്തായ തങ്ങളാണ്. കാലങ്ങളായി മദീനയുടെ മിമ്പറിൽ, പഴയ ഒരു മിമ്പറിൽ ഖുത്ബ ഓതിയിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അതാ മദീനയിൽ ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ ആ പഴയ മിമ്പർ അടുത്ത ഭാഗത്ത് വെച്ച് പുതിയ മിമ്പറിലേക്ക് കയറി ഖുത്ബ ഓതുമ്പോൾ ജീവനില്ലാത്ത ഒരു മരത്തിന്റെ കഷ്ണമായ ആ പഴയ മിമ്പറതാ അപ്പുറത്തെ ഭാഗത്തിൽ നിന്ന് കരയുകയാണ്. വല്ലാത്ത കരച്ചിലാണ്. നമ്മുടെ മക്കളതാ തേങ്ങി തേങ്ങി കരയുന്നത് പോലെ ആ മരമതാ പഴയ മിമ്പർ അവിടെ നിന്ന് കരയുകയാണ്. ആ സമയത്ത് മുത്തായ തങ്ങൾ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ആ പഴയ മിമ്പറിന്റെ അടുത്തേക്ക് പോയി ആ മിമ്പറിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുത്തായ തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല അയച്ചു കൊടുത്തത് അത് കരുണയായിട്ടാണ്, റഹ്മത്തായിട്ടാണ്. അല്ലാഹു തആല ഹബീബായ തങ്ങളെ കുറിച്ച് ഒരുപാട് മദ്ഹ് പാടാണ്. നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എല്ലാവരും ഇരിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ സദസ്സിലേക്ക് തന്നെ എല്ലാവരും വരുന്നത്, അപ്പൊ ആ ഭാഗത്തേക്ക് ആരും നോക്കാതെ നമ്മുടെ സദസ്സ് മാത്രം ഇൻഷാ അല്ലാഹ് നോക്കിയിരുന്ന് അവരെല്ലാവരും ഈ സദസ്സിലേക്ക് എത്തും. അല്ലാഹു തആല അവർക്കും നമുക്കും മുത്തായ തങ്ങളുടെ ധാരാളം മദ്ഹ് പാടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു മിമ്പർ തന്നെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ മിമ്പർ? നബി തങ്ങളുടെ മദ്ഹ് പാടാൻ വേണ്ടി മാത്രം ഒരു മിമ്പർ തന്നെ മദീനയുടെ പള്ളിയിലുണ്ട്. ധാരാളം മദ്ഹ് പാടിയ സഹാബിയാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് ഇങ്ങനെ പാടുമ്പോ ആ മദ്ഹിന്റെ വരിയിലൂടെ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു: അഖൂലു വലാ യൽഖാ ലിഖൗലി ആയിബു മിനൻ നാസി ഇല്ലാ അഹ്സിബുൽ അഖ്ലിൽ മുബ്അദു.
ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകത്തിന്റെ എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ഞാൻ പാടുന്നത് നമ്മുടെ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയല്ല, ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല. അതേ, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് ഞാൻ മദ്ഹ് പാടുന്നത്. അങ്ങനെ ഞാൻ മദ്ഹ് പാടുമ്പോ ആ മദ്ഹിനെ ഒരാളും എതിർക്കാറില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്നത് പുണ്യകർമ്മമാണ്. അതിനു വേണ്ടി പൈസ കൊടുക്കുന്നത്, അതിനു വേണ്ടി അധ്വാനിക്കുന്നത്, അതിനു വേണ്ടി ഓടി നടക്കുന്നത്, ഇതെല്ലാം പുണ്യകർമ്മമാണ്. നബി തങ്ങളുടെ ബുർദയെ ഒരാളും എതിർക്കുകയില്ല. നബി തങ്ങളുടെ മദ്ഹ് പാടുന്നത് ഒരാളും എതിർക്കുകയില്ല. ഇല്ലാ ആസിബുൽ അഖ്ലിൽ മുബഅദോ, ബുദ്ധിയില്ലാത്ത വിഡ്ഢിയല്ലാതെ, ബുദ്ധിയില്ലാത്ത വിഡ്ഢിയല്ലാതെ നബി തങ്ങളുടെ മദ്ഹ് എതിർക്കൂല. അത് എവിടെ പാടിയാലും പുണ്യമുള്ളതാണ്, അത് എവിടെ വെച്ച് പാടിയാലും സ്ഥാനമുള്ളതാണ്. ഇന്നത്തെ ഖൽബിൽ തകരാറുള്ളവർ, ഈമാൻ കുറഞ്ഞവർ, അതേ റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്ന വഹാബികള്, സലഫികളെ പോലോത്ത ബിദ്അത്തിന്റെ ആളുകളല്ലാതെ മുത്തായ തങ്ങളുടെ മദ്ഹ് ഒരാളും എതിർക്കുകയില്ല. വലൈസ ഹവായ നാസിഅൻ അൻ സനാഇഹി ലഅല്ലി ബിഹി ഫീ ജന്നത്തിൽ ഖുൽദി ഉഖ്ലദൂ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തായ തങ്ങളുടെ മദ്ഹ് പാടുന്നതിന്റെ ഉദ്ദേശം എന്താണ് എനിക്കെന്നറിയോ? അതേ, ലഅല്ലി ബിഹി ഫീ ജന്നത്തിൽ ഖുൽദി ഉഖ്ലദൂ. ആഡംബരങ്ങളുടെ എല്ലാമായ സുഖലോക സ്വർഗങ്ങളുണ്ടല്ലോ, അവിടെ ഒരു നിയമങ്ങളില്ല, അവിടെ ഒരു നിയമങ്ങളില്ല, ഒരു കണ്ടീഷൻ സ്വർഗത്തിലില്ല. എങ്ങനെയും ജീവിക്കാൻ പറ്റുന്ന സുഖങ്ങളുടെ ലോകമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തില് കാലാകാലം താമസിക്കാൻ വേണ്ടിയാണ് മുത്തായ തങ്ങളുടെ മദ്ഹ് പാടുന്നത് കേട്ടോ. അതുകൊണ്ട് മദ്ഹ് പാടുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല, മഅൽ മുസ്തഫ അർജു ബിദാക ജിവാറഹു ഫീ നൈലി ദാകൽ യൗമ അസ്ആ അജ്ഹദു. അതേ, തങ്ങളുടെ കൂടെ സ്വർഗത്തില്, തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് മുത്തായ തങ്ങളുടെ മദ്ഹ് ഞാൻ പാടുന്നതെന്ന് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എന്തൊരു ഭാഗ്യവാന്മാരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് തറവാട്ടിലെ നേതൃത്വമായ സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ പ്രിയപുത്രനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഖ്താർ തങ്ങളിലൂടെ പറഞ്ഞല്ലോ, ഈ നാട്ടിലേക്ക് വരുമ്പോ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്. അടിവരയിടേണ്ട വാക്കാണ് ആ പറഞ്ഞത്. ഈ നാടില്ലാത്ത ബറക്കത്തുള്ള നാടാണ്. 100% അത് സത്യമാണ്. എന്തോ ഒരു സന്തോഷമാണ് ഈ നാട്ടില്. അതിന് കാരണം 10 കൊല്ലമായി ഒരു വർഷം പോലും ബാക്കിയാകാതെ മുത്തായ തങ്ങളുടെ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബുർദ ശരീഫ് അതിവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് തന്നെ അതിന് കാരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, എന്തോ ഒരു സന്തോഷം ഈ നാട്ടില്, വല്ലാത്ത ഒരു സന്തോഷമാണ്. പറഞ്ഞത് 100% സത്യമായ ഒരു വാക്കാണ്. അല്ലാഹു തആല ഇനിയും ധാരാളം മദ്ഹ് പാടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഹളറ മൗലിദർ റസൂലി വഅളമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ബഹുമാനപ്പെട്ട സയ്യിദുന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താ പറഞ്ഞത്?
ഒരാൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന സദസ്സിൽ ഒന്ന് ഒരുമിച്ച് കൂടി ആ സദസ്സിനെ വലിയ ഒരു സ്ഥാനത്തോടു കൂടി ആ സദസ്സിനെ കണ്ടാൽ ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാൻ കൊണ്ട് വിജയിക്കാൻ അത് കാരണമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് ധാരാളം മദ്ഹ് നാം പാടണം. മദ്ഹ് പാടിയാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ ആ ഒരു മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം നാം ജീവിതത്തിൽ എപ്പോഴും അത് കൊണ്ടുവരണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നു في كتابه الوسائل وسائل في شرح الشمائل എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറയുന്നു, മാ മിൻ ബൈത്തിൻ, ഏതെങ്കിലും ഒരു വീട്, ഔ മസ്ജിദിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി, ഔ മഹല്ലത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഖുരിഅ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുകയാണെങ്കിൽ ഇല്ലാ ഹഫത്തിൽ മലായിക, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്ത് ആ നാട്ടില് ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്ത് കൊണ്ട് പൊതിയുമെന്ന് അതേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മദ്ഹ് പാടുന്നത് ചില്ലറ വിഷയമല്ല. അതുപോലെ കഹ്തുകളും വബാഉകളും തീപിടുത്തങ്ങളും മാരകമായ രോഗങ്ങള്, പ്രയാസങ്ങള്, സുനാമികള്, ഭൂകമ്പങ്ങള്, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കാനുള്ള കാരണമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്. അല്ലാഹുവേ, മരണം വരെ ഞങ്ങൾക്ക് മുത്തായ തങ്ങളുടെ മദ്ഹ് പാടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. തങ്ങളുടെ ബുർദാ മജ്ലിസിൽ മാത്രം ഇരുന്നാൽ പോരാ, നമ്മുടെ ജീവിതത്തില് മുത്തായ തങ്ങളുടെ മാതൃകയാക്കണം. നമ്മുടെ റോൾ മോഡലാകേണ്ടത് മുത്തായ തങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ ആയത്താണ്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി, മുത്തായ തങ്ങളുടെ കൂടെ മുത്തായ തങ്ങളിലുണ്ട് നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ തങ്ങളുടെ മാതൃക അനുസരിച്ച് നിങ്ങൾ ജീവിക്കണേ. എന്താണ് തങ്ങളിൽ മാതൃകയുള്ളത്? തങ്ങളുടെ സ്വഭാവം പഠിക്കണം, തങ്ങളുടെ ജീവിത ശൈലികൾ പഠിക്കണം. അതുപോലെ നാം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. ഹബീബായ തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന ഈ കാലത്ത് റസൂലുള്ളാഹിന്റെ ചര്യ വലിച്ച് എറിഞ്ഞ് നടക്കുന്ന മുസ്ലിമീങ്ങളുള്ള ഈ കാലത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ആര് ഇഷ്ടപ്പെടുന്നോ, ആര് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. റസൂലുള്ളാഹിനോടുള്ള മഹബത്തുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, റസൂലുള്ളാഹിനോട് മഹബത്തുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ആരെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരുന്നോ,
ഫഖദ് അഹബ്ബനി. അങ്ങനെ വെറുതെ മാത്രം പാടിയാ പോരാ, റസൂലുള്ളാഹിന്റെ ആ ചെറിയ ജീവിതത്തിൽ ആരെല്ലാം കൊണ്ടുവരുന്നോ ആ കൊണ്ടുവരുന്നവന് എന്നെ സ്നേഹിച്ചവനാണ്. അങ്ങനെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, സുഖാഡംബരങ്ങളുടെ ലോകമായ സ്വർഗത്തില് എന്നെ കൂടെ താമസിക്കാൻ അവർക്ക് അവസരമുണ്ട് കേട്ടോ. അതുകൊണ്ട് മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി, റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാകണം. റസൂലുള്ളാഹിനെ ഞങ്ങൾ ജീവിതത്തിൽ സ്നേഹിക്കണം. സഹാബികൾ കണ്ടില്ലേ, അവരുടെ ജീവിതം മുഴുവനും ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. അവരുടെ മാതാപിതാക്കളും സമ്പത്ത് മുഴുവനും ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച മഹാന്മാരാണ്. അറിയുമോ, ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു സഹാബിയാണ്. നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. ഒരു ദിവസം അതാ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊണ്ടുപോയി ഒരു തൂക്കുമരത്തിലേക്ക് കേട്ടാനിരിക്കുന്ന സമയം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അതേ ശത്രുക്കൾ ചോദിക്കുന്നു, അല്ലയോ ഖുബൈബ്, നിന്റെ ഇതാ അവസാനത്തെ നിമിഷമാണ്, നിന്റെ ഇതാ ഇത് അവസാനത്തെ നിമിഷമാണ്, തൂക്കുമരത്തിലേക്ക് ഏറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് അവസാനം ഒരു നിങ്ങൾക്ക് അവസാനം ഒരു അവസരം തരാം. അതേ, നീ ഇസ്ലാമിൽ നിന്ന് പിന്മാറണ്ട, ഇസ്ലാമിൽ നിന്ന് നീ പിന്മാറണ്ട. ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു കാര്യം അത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്താ മതി. ഞങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാ മതി. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം. റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുന്നു, ഓ ഖുബൈബ്, നിന്റെ നാവ് കൊണ്ട് ഒരു വാക്ക് നീ പറയണം. എന്താണ്? അന്ന മുഹമ്മദൻ ഫീ മകാനിക വ അൻത ജാലിസുൻ ഫീ ബൈതിക. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ പറഞ്ഞത് ഒരു വാക്ക് മാത്രം പറയാനാണ്. നിന്നെ ഞങ്ങൾ കൊല്ലൂല, ഈ തൂക്കുമരത്തിലേക്ക് കയറ്റൂല, ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഇസ്ലാമിൽ നിന്ന് പിന്മാറേണ്ടതും വേണ്ട, ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാമെന്ന് സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ പറയും. മഹബ്ബത്ത് നോക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആ സഹാബികളുടെ ജീവിതം നാം പഠിക്കണം. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന ശത്രുക്കൾ ചോദിച്ചത്, അതേ ഖുബൈബേ, നിന്റെ ഈ കൊല്ലുന്ന സ്ഥാനത്ത്, തൂക്കുമരത്തിലേക്ക് ഈ കയറ്റുന്ന നിന്റെ ഈ സ്ഥാനത്ത് നിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നുവെങ്കിലോ. ശ്രദ്ധിക്കണം. എങ്ങനെ പറഞ്ഞത്? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ പറഞ്ഞത്, നിന്റെ ഈ കൊല്ലുന്ന സ്ഥാനത്ത് നിന്റെ നേതാവായ മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കൊണ്ടുവരണ്ട, നേതാവിനോട് കൊണ്ടുവരണ്ട, നീ ഇസ്ലാമിൽ നിന്ന് പിന്മാറണ്ട, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാമെന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ പറയുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം സ്നേഹിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, വല്ലാഹ് മാ ഉഹിബ്ബു അൻ യുസാക മുഹമ്മദുൻ ബിസൗഖത്തിൻ വഅന ജാലിസുൻ ഫീ ബൈതി.
ഈ തൂക്കുമരത്തിലേക്ക് കയറ്റുന്നത് പോകട്ടെ. ലോകത്തിന്റെ നേതാവ്, എന്റെ ഹൃദയത്തിലെ രാജാവ്, എന്റെ ചങ്കിലെ ചോരയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിലേക്കൊരു മുള്ളു തറക്കുക, കാലിലേക്കൊരു മുള്ളു തറക്കുക എന്ന് പറയുന്നത് പോലും എനിക്ക് അസഹ്യമാണ്. അതെനിക്ക് സാധിക്കൂല. പിന്നെയല്ലേ ഈ തൂക്കുമരത്തിലേക്ക് കയറ്റുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ ഇഞ്ചിഞ്ചായി മുറിച്ചാലും അറബിക്കടലിന്റെ അലമാലകളിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാലും ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിലേക്ക് ഒരു മുള്ളു തറക്കുക, തറക്കുക എന്ന് പറയുന്നത് പോലും എനിക്ക് അസഹ്യമാണ്. അതുകൊണ്ട് എന്റെ കൊന്നോളോ, എന്റെ കൊല്ലുന്നത് ഒരു പ്രശ്നമില്ല. എന്റെ ജീവന് മുത്തായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. സഹാബികളുടെ സ്നേഹം പഠിക്കണേ. ആ സഹാബികള് സർവ്വതും മുത്തായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച വലിയ മഹാന്മാരാണ്. നാല് സ്വർഗത്തിൽ അവരുടെ കൂടെ, മുത്തായ തങ്ങളുടെ കൂടെ അവർ ഒരുമിച്ച് കൂടുന്നവരാണ്. എന്റെ നാട്ടിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് മാത്രം ജീവി മനസ്സുകൊണ്ട് വായു കൊണ്ട് പറഞ്ഞാ പോരാ, ജീവിതത്തിൽ അത് കൊണ്ടുവരണം. ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യം നാം കൊണ്ടുവരണം. ഹബീബായ തങ്ങൾ ഒരു ഹദീസിൽ പറയുകയാണ്, ഒരു ഹദീസിൽ ഹബീബായ തങ്ങൾ പറയുന്നു 10 കാര്യം. ഔസാനി റസൂലുള്ളാഹി ബിഅശ്രി കലിമാത്ത്. 10 കാര്യം അല്ലാഹുവിന്റെ റസൂൽ വസിയത്ത് ചെയ്യുന്നു. ആ 10 കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സദസ്സിലൊന്ന് ആമീൻ പോരാ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബുർദ പാടാൻ നമ്മുടെ ഉസ്താദുമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആവേശത്തോടു കൂടി ഒരേ കാലമായി ഇവിടെ അധ്വാനിച്ചു നമ്മുടെ എങ്കുമനസിന്റെ ചെറുപ്പക്കാർ ഒരുപാട് ആളുകളെ സഹായിച്ചു. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലിരിക്കുമ്പോഴും നല്ല അച്ചടക്കത്തോടു കൂടി ആവേശത്തോടു കൂടി ഇരിക്കണം. തങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ഉയർന്നു പോകണം മദീനയിലേക്ക്. പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, മദീനയിലേക്ക് ഉയർന്നു പോകണം. ഈ കുഗ്രാമമായ കോൽപേ എന്ന നാട്ടിൽ നിന്ന് ഒരുപാട് ദിവസങ്ങളായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എംഗുമൻസിന്റെ ചെറുപ്പക്കാർ തയ്യാർ ചെയ്ത ഈ കോൽപേ എന്ന നാട്ടിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലേക്ക് ഉയർന്നു പോകണം. ഒരു സ്വലാത്ത് പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഹബീബായ തങ്ങൾ 10 കാര്യം നമ്മോട് വസിയത്ത് ചെയ്യുകയാണ്. അത് ജീവിതത്തിൽ കൊണ്ടുവരണം. ഒന്നാമതായി ഹബീബായ തങ്ങൾ പറയുന്നു, ലാ തുശ്രിക് ബില്ലാഹി ശൈആ. നമുക്ക് എല്ലാം തന്ന, കണ്ണ് തന്ന, കാത് തന്ന, ശരീരത്തിന്റെ അവയവങ്ങൾ തന്ന, ആഫിയത്ത് തന്ന, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ, മക്കളെ തന്ന, ഭാര്യമാരെ തന്ന, വീടുകൾ തന്ന, സമ്പത്ത് തന്ന, എല്ലാം തന്ന ഏകനായ യജമാനനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ മാത്രം ആരാധിക്കണേ. അല്ലാത്ത ഒരാൾക്കും നിങ്ങൾ ഇബാദത്ത് ചെയ്യല്ല. അല്ലാത്ത ഒരാളെയും നിങ്ങൾ പിടിക്കല്ല. ഒരു ബിംബത്തിനും നിങ്ങൾ പൂജിക്കല്ല. ഒരു ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കും പോകല്ല. അതേ, മറ്റുള്ളവർക്ക് സിഹിർ ചെയ്യാൻ വേണ്ടി ശൈത്താനിനെ പിടിച്ച് നിങ്ങൾ കളിക്കല്ല. സിഹിറിന്റെ ഏർപ്പാട് ചെയ്യുന്നത് വലിയ തെറ്റാണ്. സബഉൽ മുബിഖാത്തിൽ പെട്ട തെറ്റാണ്. അവൻ നശിച്ചു പോകാനുള്ള കാരണമാണ്. ഹബീബായ തങ്ങൾ ഒന്നാമതായി പറയുന്നത് ലാ തുശ്രിക് ബില്ലാഹി ശൈആ. അല്ലാഹുവിനെ ശിർക്ക് ചെയ്യരുത്.
രണ്ടാമതായി അല്ലാഹു പറയുന്നു ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാർ, ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഹബീബായ തങ്ങൾ രണ്ടാമത്തെ ഒരു കാര്യം വസിയ്യത്ത് ചെയ്യുകയാണ്. വലാ തഉക്ക വാലിദൈക, നിന്നെ ആറ്റുനോറ്റു പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കളുണ്ടല്ലോ. നബി തങ്ങളുടെ ബുർദ പാടാൻ വന്ന, ബുർദ കേൾക്കാൻ വന്ന എന്റെ നാട്ടിലെ ചെറുപ്പക്കാരെ, നാട്ടിലെ സഹോദരിമാരെ, തങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കണേ. രണ്ടാമതായി തങ്ങൾ പറയുകയാണ് വലാ തഉക്ക വാലിദൈക, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് നിന്നെ പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കളെ വിഷമിപ്പിക്കല്ല. മാതാവിന് അല്ലെങ്കിൽ പിതാവിന് വേദനയുണ്ടാകുന്ന ഒരു വാക്ക് ഓ ചെറുപ്പക്കാരാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. സ്വർഗത്തിലേക്കുള്ള വാതിലാണ് നമ്മുടെ മാതാപിതാക്കള്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോ നീ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പോരാ, സ്വലാത്തിന്റെ ഈരടി ഉയരട്ടെ മദീനയിലേക്ക്. ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഉമ്മാക്കെതിരെ നിന്റെ കൈ ഉയർന്നു പോയിട്ടുണ്ടോ, പിന്നെ ആ കൈ പൊന്തൂല കേട്ടോ. നിന്റെ ബാപ്പാക്കെതിരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് ചെറുപ്പക്കാരാ, നിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ട്, നിന്റെ യുവത്വത്തിന്റെ നല്ല ആർജവം കൊണ്ട് നിന്റെ മാതാവിനെതിരെ പിതാവിനെതിരെ ഒരു വാക്ക് നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, ഈ ദുനിയാവിൽ തന്നെ അതിന്റെ തിക്ത ഫലം അനുഭവിക്കും കേട്ടോ. മുത്തായ തങ്ങൾ നമ്മോട് വസിയ്യത്ത് ചെയ്തതാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു നല്ല കാര്യം ഈ ലോകത്തിലില്ല കേട്ടോ. ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി ഒരിക്കലും മാതാവിനെ ചീത്ത പറയല്ല, മാതാവിനെ ദൂരത്താക്കല്ല, പിതാവിനെ വിഷമിപ്പിക്കല്ല. മക്കൾക്ക് വേണ്ടി മാതാവിനെ അതേ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് നിന്റെ ഒരു വാക്ക് വന്നുകൂടാ. ഇവിടെ ഇരിക്കുന്ന ഒരുമിച്ച് കൂടിയ ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ സ്ത്രീകളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ആ ഭർത്താവിന് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഉമ്മയുടെ പൊരുത്തം വേണേ. ആ ഉമ്മയുടെ പൊരുത്തമില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കല്ലേ സഹോദരിമാരെ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ മരിച്ചു പോയവരുണ്ട്, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹു. തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മാതാവാണ് നമുക്ക് ഈ ദുനിയാവിലെ ആ മാതാവിനെ കാലുമുത്താത്തവർ നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി വലിയ നേതാവാണ്, നേതൃത്വമാണ്, ആലിമാണ്, മഅദിൻ സഖാഫത്ത് സുന്നി എന്ന സ്ഥാപനം നടത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയുടെ എല്ലാമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ ആ ഒരു അവതരണം ഒന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു ദിവസം പോലും ബാക്കിയില്ലാതെ എല്ലാ സമയത്തും ഉമ്മാന്റെ കാല് പിടിച്ച് ചുംബിക്കുന്ന വലിയ മഹാനാണ്. നമുക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ സദസ്സിൽ എത്ര ആളുകളാണ് ഉമ്മാന്റെ കാല് ചുംബിച്ചിട്ടുള്ളത്? എത്ര ആളുകൾ? നമുക്കൊരു നാണക്കേടാണ് ഉമ്മാന്റെ കാല് ചുംബിച്ച്.
ഉമ്മാന്റെ കാല് ചുംബിക്കണം. ആ കാലിന്റെ അടിയിലാണ് സ്വർഗമുള്ളത്. ഞാൻ ചുംബിച്ചിട്ടുണ്ട് എന്റെ ഉമ്മാന്റെ കാല്. അതുകൊണ്ടാണ് ധൈര്യത്തിൽ പറയുന്നത് ആ ഉമ്മാന്റെ കാല് ചുംബിക്കണം. അതിന് നമുക്ക് കഴിയണം. സ്വർഗത്തിലേക്ക് പോകാം. ഈ ദുനിയാവിലെ വലിയ സ്ഥാനം കിട്ടാൻ അത് മതി കേട്ടോ. അത് മതി. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളുടെ സർവ്വ കാര്യങ്ങളിലും നല്ല ബർക്കത്ത് കിട്ടാൻ ആ ഉമ്മാന്റെ ദുആ മതി, ബാപ്പാന്റെ ദുആ മതി. അതുകൊണ്ട് അത് ചില്ലറ വിഷയമൊന്നുമല്ല. നമ്മുടെ ഉമ്മയും ബാപ്പയും എന്ന് പറയുന്നത് അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. രണ്ടാമതായി ഹബീബായ തങ്ങളുടെ വസിയത്ത് അതാ. മൂന്നാമതായി ഹബീബായ തങ്ങൾ പറയുന്നു, മൂന്നാമതായി വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ചില്ലറ വിഷയമെന്നുമല്ല. ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ മുഅ്മിനീങ്ങളോട് പറയട്ടെ, മൂന്നാമതായി ഹബീബായ തങ്ങൾ പറയുന്നു, വലാ തത്റുകന്ന സ്വലാതൻ മക്തൂബതൻ മുതഅമ്മിദാ. മൂന്നാമതായി മുത്തായ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 5 വക്ത് നിസ്കാരമുണ്ടല്ലോ, 5 വക്ത് നിസ്കാരമുണ്ടല്ലോ, അത് കൃത്യമായി നിർവഹിക്കണേ. നിങ്ങളുടെ ജോലിയുടെ തിരക്കിന്റെ ഇടയില്, നിങ്ങളുടെ കച്ചവടത്തിന്റെ തിരക്കിന്റെ ഇടയില്, നിങ്ങളുടെ ആഘോഷത്തിന്റെ തിരക്കിന്റെ ഇടയില്, കല്യാണത്തിന്റെയും അതുപോലെ പല കാര്യത്തിന്റെ തിരക്കിന്റെ ഇടയില് നിസ്കാരത്തെ മറന്നു പോകല്ല. കൃത്യമായി നിസ്കരിക്കണേ. നിസ്കരിക്കുന്നതിൽ ഒരു മടിയും കാണിക്കണ്ട, അതിലൊരു മടിയും വേണ്ട. നിസ്കരിക്കാതെ എത്ര പ്രവർത്തനം ചെയ്താലും, എത്ര മദ്ഹ് പാടിയാലും, എത്ര സദഖ കൊടുത്താലും, നിസ്കരിക്കാതെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് എന്ത് കാര്യമാ മുഅ്മിനേ, കൃത്യമായി നിസ്കരിക്കണേ. അതേ ഹബീബായ തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരു നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫഹുവ ഖാരിജുൻ മിൻ ദിമ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പുറത്താണ്. അല്ലാഹുവിനെ അവനെ നോക്കൂല, അല്ലാഹുവിന്റെ കാവലുണ്ടാവൂല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവൂല. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം ചെറുപ്പക്കാരെ. അതുകൊണ്ട് എത്ര നല്ല കാര്യം ചെയ്താലും നിസ്കരിക്കാതെ എത്ര നല്ല കാര്യം ചെയ്താലും അത് വെറുതെയാണ്, നിഷ്ഫലമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. മദീനയിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. മദീനയിലുള്ള ഒരു സ്ത്രീ, അതാ ആ സ്ത്രീയുടെ സഹോദരൻ ഒരൽപ്പം ദൂരമുള്ള നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഈ മദീനയിലുള്ള ആ സ്ത്രീക്ക് ഒരു ദിവസം ഒരു രോഗം വരികയാണ്. ഈ രോഗം വന്നു എന്ന വിഷയം അറിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ സഹോദരൻ ദൂരെ നിന്ന് ആ നാട്ടിലേക്ക് വരികയാണ്, മദീനയിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ സഹോദരിയുടെ രോഗം രോഗം അധികരിച്ച് ആ സഹോദരന് മരണപ്പെടുകയാണ്. ഒരു ദിവസം സഹോദരി മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ടപ്പോ സാധാരണ മുഅ്മിനീങ്ങളുടെ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് ഖബറിലേക്ക് മരമാടിയപ്പോ സുബ്ഹാനല്ലാഹ്, മരമാടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ആ സഹോദരൻ വന്നപ്പോ നാട്ടിലുള്ള സ്ത്രീകളെ, എന്റെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മുടെ മക്കൾക്ക് നിസ്കാരം പഠിപ്പിക്കണേ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണേ. ഇത് ഇസ്ലാം പറഞ്ഞതാണ്. സ്നേഹമുള്ള മക്കളാണ്, അടിക്കാൻ വിഷമമുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയ സ്ഥാനമുള്ളത് നിസ്കാരത്തിനാണ്. 7 വയസ്സാകുമ്പോൾ നിസ്കാരം പഠിപ്പിക്കണം, 10 വയസ്സാകുമ്പോൾ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. അതേ ഞാൻ പറഞ്ഞു വന്നത്. ആ സ്ത്രീ മരണപ്പെട്ടപ്പോ സ്ത്രീയുടെ ദഫൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ആ സഹോദരൻ
ശ്രദ്ധിച്ചു കേൾക്കണം. സ്ത്രീയുടെ ഖബർസ്ഥാൻ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇങ്ങനെ ഈ ഒരു ഖബർസ്ഥാനിൽ മറമാടപ്പെട്ടതിന്റെ ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് ആ സഹോദരൻ. ആ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സഹോദരന്റെ പൈസ ഉണ്ടായിരുന്ന ഒരു പേഴ്സ് അത് കാണാനില്ല. വീട് മുഴുവനും തെരഞ്ഞു നോക്കി, എവിടെയും കാണാനില്ല. അപ്പോഴാണ് ആ സഹോദരന് മനസ്സിലായത്, ഞാൻ മരമാടുന്ന സമയത്ത് എന്റെ കീശയിൽ നിന്ന് അത് ഖബറിലേക്ക് വീണിട്ടുണ്ടാകാം എന്ന് ആ സഹോദരൻ മനസ്സിലാക്കുന്നു. രാത്രിയാണ്. ആ രാത്രി സമയത്ത് ആ സഹോദരനതാ ഖബർസ്ഥാനിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഖബർസ്ഥാനിലേക്ക് നടന്ന് ഖബർസ്ഥാനിലേക്ക് എത്തുകയാണ്. രാത്രിയാണ്, ആരുമില്ലാത്ത സമയമാണ്. ആ ഖബർസ്ഥാനിലേക്ക് എത്തിയപ്പോ ഖബറിങ്ങനെ മാന്തുകയാണ്. ഖബറിങ്ങനെ തോണ്ടി മാന്തി ഇങ്ങനെ മണ്ണെടുത്ത് പുറത്തിടുകയാണ്. ഖബറിന്റെ മൂടുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതാ അദ്ദേഹത്തിന്റെ പേഴ്സ് കിട്ടുന്നു. അദ്ദേഹം മണ്ണ് വാരിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോയി പകുതിയിലേക്ക് എത്തിയ സമയത്താണ് ആ ചെറുപ്പക്കാരന് ഓർമ്മ വരുന്നത്, എന്റെ സഹോദരിയല്ലേ ഖബറിൽ കിടക്കുന്നത്. ആ സഹോദരിയുടെ അവസ്ഥ എന്തായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ സഹോദരനതാ ആ ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. ഖബറിങ്ങനെ മാന്തി മണ്ണെടുത്ത് വാരുകയാണ്. അങ്ങനെ മൂടുകളിൽ എത്തി. ആ മൂടുകളിൽ എത്തിയപ്പോ അതിനെ എടുത്ത്, ഞാൻ ഈ പറയുന്ന സംഭവം വെറുതെ ഉണ്ടാക്കി പറയുകയല്ല. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അങ്ങനെ അദ്ദേഹം അതാ ഖബറിലുള്ള മൂടുകൾ ഇങ്ങനെ എടുത്തപ്പോ അത്ഭുതമാണ്. ഖബറിലുള്ള മൂടുകൾ ഇങ്ങനെ ഉയർത്തിയെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ഖബറിൽ നിന്ന് തീ ഇങ്ങനെ ആലികത്തുകയാണ്. ഖബറിൽ നിന്ന് തീ ഇങ്ങനെ ആലികത്തുകയാണ്. വല്ലാത്ത വിഷമമായി, വേജാറോടുകൂടി, വിഷമത്തോടുകൂടി സുബ്ഹാനല്ലാഹ് മൂടുകല്ലിങ്ങനെ വെച്ച് മണ്ണ് വാരിയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ആ ചെറുപ്പക്കാരൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോയിക്കൊണ്ട് ഉമ്മാനോട് പറയുന്നു, അല്ലയോ ഉമ്മാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറിന്റെ വിഷയം ഇങ്ങനെയാണ്. തീ ആലിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരി ചെയ്ത തെറ്റാണ്. തെറ്റെന്താണ് ഉമ്മാ? ഉമ്മയോട് ആ സഹോദരന് ചോദിക്കുമ്പോ അവിടുന്ന് ഉമ്മ പറയുന്നു, അതേ, നിന്റെ സഹോദരി നല്ല പെണ്ണാണ്. പക്ഷേ രണ്ട് സ്വഭാവം ആ സ്ത്രീക്കുണ്ടായിരുന്നു, സഹോദരിക്ക് ഉണ്ടായിരുന്നു. എന്താണ് രണ്ട് സ്വഭാവമെന്ന് ഉമ്മ ചോദിച്ചപ്പോ ആ ഉമ്മ പറയുകയാണ്, ആ സ്ത്രീക്കുണ്ടായിരുന്ന രണ്ട് സ്വഭാവത്തിൽ ഒന്നാമത്തെ സ്വഭാവം, നിസ്കാര സമയമാകുമ്പോ കൃത്യമായി നിസ്കരിക്കാറില്ല. നിസ്കരിക്കാൻ വലിയ മടിയാണ്. നിസ്കാരം വലിയ മടിയായി കാണുന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് ഖബറിൽ ഇങ്ങനെ ശിക്ഷ കിട്ടാനുള്ള കാരണം കേട്ടോ. രണ്ടാമത് എന്താണ് ആ സ്ത്രീ ചെയ്തിട്ടുള്ള തെറ്റ്? ഉമ്മ പറയുകയാണ്, ആ സ്ത്രീക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. അടുത്തുള്ള അയൽവാസിയുള്ള വീട്, ആ വീടിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കും. അവരെന്താണോ പറയുന്നത്, ആ പറയുന്നത് കേട്ടിട്ട് കേൾക്കും. എന്നിട്ടും മറ്റുള്ളവരോട് പോയി പറഞ്ഞ് ഫിത്നയുണ്ടാക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ള ഒരു സ്വഭാവം ആ സ്ത്രീക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖബറിൽ ഇങ്ങനെ ശിക്ഷ കിട്ടാനുള്ള കാരണമെന്ന് ആ ഉമ്മ പറയുകയാണ്. ഈ സംഭവം വെറുതെ കേട്ടു പോകരുതേ ഉമ്മ, കൃത്യമായി നിസ്കരിക്കണേ. നിന്റെ ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടണോ? നിന്റെ മക്കളുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് കിട്ടണോ? അതേ സഹോദരി, നിന്റെ ബാപ്പാന്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടണോ?
കൃത്യമായി നിസ്കരിക്കണം. നിസ്കരിക്കാത്ത വീട്ടിൽ ബർക്കത്തില്ല, നിസ്കരിക്കാത്ത വീട്ടിൽ സമാധാനമില്ല, നിസ്കരിക്കാത്ത വീട്ടിൽ ഐശ്വര്യമില്ല. എന്നും അവിടെ പിണക്കമാണ്. സമാധാനത്തിന്റെ അന്തരീക്ഷം ഉയർന്നു പോവുകയാണ്. അതുകൊണ്ട് നിസ്കാരം വേണം. നിസ്കരിക്കാത്ത വീട്ടില് നല്ല മക്കൾക്ക് ജന്മം കിട്ടൂല. നിസ്കരിക്കാത്ത മക്കൾ ഒരിക്കലും നന്നാവൂല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്നുള്ളത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമാണ്. നമ്മുടെ മക്കൾ നന്നാകണോ, മയക്കുമരുന്നിന് അടിമപ്പെടാത്ത മക്കളാകണോ, റോഡ് സൈഡുകളിൽ തെണ്ടി നടക്കാത്ത മക്കളാകണോ, ദീനീ ബോധമുള്ള മക്കളാകണോ, ബാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കുന്ന മക്കളാകണോ, ദീന് പ്രവർത്തിക്കുന്ന മക്കളാകണോ. അതുകൊണ്ട് നിസ്കാരം പഠിപ്പിക്കണേ. നിസ്കരിക്കുന്ന മക്കൾ തെറ്റിലേക്ക് പോകൂല, നിസ്കരിക്കുന്ന മക്കള് കള്ള് കുടിക്കൂല, നിസ്കരിക്കുന്ന മക്കള് വ്യഭിചരിക്കൂല, നിസ്കരിക്കുന്ന മക്കള് ഹറാമായ പ്രേമത്തിൽ കുടുങ്ങിക്കളയൂല, നിസ്കരിക്കുന്ന മക്കള് മാതാവിനെതിരെ ഉയർത്തി സംസാരിക്കൂല, നിസ്കരിക്കുന്ന മക്കള് ആലിമീങ്ങളെ ഗീബത്ത് പറയൂല, നിസ്കരിക്കുന്ന മക്കള് ഫിത്നയുണ്ടാക്കാൻ പോകൂല, നിസ്കരിക്കുന്ന മക്കള് നാട്ടില് ഫസാദ് ഉണ്ടാക്കൂല. അതുകൊണ്ട് മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്ക് കൃത്യമായി നിസ്കരിക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമതായി ഹബീബായ തങ്ങൾ പറയുന്നു, നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തശ്രിബന്ന ഖംറാ. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തശ്രിബന്ന ഖംറാ. ഈ ദുനിയാവിൽ എത്ര പാനീയങ്ങളാണ് അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നത്, എത്ര പാനീയങ്ങളാണ് അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നത്. ഒന്നും കുടിക്കണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരേ ഒരു പാനീയമാണ്, കള്ള് മാത്രമാണ്. കള്ള് മാത്രമല്ലേ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഹറാമാക്കിയത്. പക്ഷേ ഇന്നും മുസ്ലിമീ എന്ന് പേരുള്ള എത്ര ആളുകളാണ് ആ കള്ളിന്റെ പിന്നാലെ നടക്കുന്നത്. കള്ള് കുടിച്ചു വന്ന് വീട്ടിൽ വന്ന് ഭാര്യക്ക് അടിക്കുന്നത്, മക്കൾക്കടിക്കുന്നത്, നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നത്, ഫസാദ് ഉണ്ടാക്കുന്നത്. അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ആ കല്ല് കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു തആല ഊരിയെടുക്കും. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് ഉച്ചരിക്കാൻ അവന് കഴിയൂല. അതുകൊണ്ട് ഒരിക്കലും കല്ല് കുടിക്കരുത്. അല്ലാഹു തആല അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ വാക്ക് നിർത്താൻ അടുത്തായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ബർദ ആരംഭിക്കും. ചുറ്റുഭാഗത്തുള്ള എല്ലാ ആളുകളും നമ്മുടെ സദസ്സിൽ വന്നിരിക്കണം. ആ ഭാഗത്ത് കുറെ ആളുകൾ കാണുന്നുണ്ട്. എല്ലാം നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക് വന്നിരിക്കണം. അല്ലാഹു തആല ഈ ബുർദയുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ധാരാളം ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബുർദയുടെ ആളുകൾ സദസ്സിലേക്ക് എത്താനായി. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും ഈ സദസ്സിലേക്ക് വന്നിരിക്കണം. ഈ സദസ്സിലേക്ക് വന്നിരിക്കണം. ഇൻഷാ അല്ലാഹ് മഹത്തായ കാത്തിരുന്ന ആ ബുർദ മജ്ലിസ് ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. ആ സ്റ്റേജിന്റെ ആ ബുർദക്കുള്ള സെറ്റിംഗ് ഇവിടെ നടക്കും. അതാരും നിങ്ങൾ നോക്കരുത്. പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചു കേൾക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
ഒരാവേശം കുറഞ്ഞു പോയി. എല്ലാവരും ഒന്ന് സ്വലാത്ത് ചോറായിട്ട് മദീനയിലേക്ക് ഒരു സ്വലാത്ത്, തിരുസന്നിധാനത്തിലേക്ക് ഒരു സ്വലാത്ത്, തിരുസന്നിധിയിലേക്ക് ഒരു സ്വലാത്ത് ഉയരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് മനോഹരമായ ഈ സ്റ്റേജ് ഇവിടെ കാണുന്നത്. ഒരു നാട്ടിലും കാണാത്ത വ്യത്യസ്തമായ ഒരു ആവേശമാണ് നമ്മുടെ എൻഗേജ്മെന്റ്സിന്റെ ചെറുപ്പക്കാർ. നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പള്ളിക്ക് വേണ്ടിയും മദ്രസത്തിന് വേണ്ടിയും ദീനിയായ കാര്യത്തിന് വേണ്ടിയും കല്യാണത്തിന് വേണ്ടിയും ഇങ്ങനെ പല നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എൻഗേജ്മെന്റ്സിന്റെ ചെറുപ്പക്കാർ നടത്തിയ ഈ മഹത്തായ സദസ്സ്, ഈ സദസ്സ് മുത്തായ തങ്ങൾ കാണുന്ന സദസ്സ്. അതുകൊണ്ട് ഉയരട്ടെ ആ മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ അഞ്ചാമതായി പറയുന്നു, കള്ളു കുടിക്കരുത്, കള്ളു കുടിക്കരുത്. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കലും ആറാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, വ്യഭിചാരത്തിൽ ഒരിക്കലും കുടുങ്ങി പോകരുത്, വ്യഭിചരിക്കരുത്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എന്താണ്? നിങ്ങൾ ആരും വ്യഭിചരിക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും വ്യഭിചരിക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഖുർആൻ പറഞ്ഞത്? വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കുക തന്നെ വേണ്ട. അന്യ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ വ്യഭിചാരത്തിലേക്കുള്ള ഒരു വഴിയാണ്. ചാറ്റിംഗ് നടത്തുമ്പോൾ വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണ്. ഇങ്ങനെ വ്യഭിചാരത്തിലേക്കുള്ള എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികൾ തന്നെ അടക്കണേ. ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ നല്ലവരിൽ നല്ലവരായ കോൽപ്പേ നാട്ടിലെയും പരിസരത്തിലുള്ള നാട്ടിലുള്ള സ്ത്രീകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. ആ സ്ത്രീകളോട് വളരെ സ്നേഹത്തോട് പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നിങ്ങളോട് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഉപദേശം എന്നാണെന്നറിയോ? വകുല്ലിൽ മുഅ്മിനീന യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ഉപദേശമാണ്. മുഅ്മിനീങ്ങളായ സ്ത്രീകളോടാണ് ഈ വാക്ക്. മുഅ്മിൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോടാണ് ഈ വാക്ക്. അല്ലാഹു തആല പറയുന്നു, ഓ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സ്ത്രീകളെ, യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, ഒരന്യ പുരുഷനെയും കാണണ്ട, നിങ്ങളുടെ കണ്ണടച്ചു കൊള്ളുക. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, നിങ്ങളുടെ ഗുഹ്യ ഭാഗമുണ്ടല്ലോ അതേ ആ ഭാഗങ്ങൾ സൂക്ഷിക്കണേ. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യല്ല. വലാ യുബ്ദീന സീനതഹുന്ന, ഇതെന്റെ വകയല്ല ഉമ്മമാരെ, ഇതെന്റെ വകയല്ല സഹോദരിമാരെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങളുടെ സൗന്ദര്യമുണ്ടല്ലോ, അല്ലാഹു തആല തന്ന സൗന്ദര്യമുണ്ടല്ലോ, പരപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഇത് എക്സിബിഷൻ അല്ലല്ലോ. ആ സൗന്ദര്യം അത് മറച്ചു വെക്കാനുള്ളതാണ്. നിങ്ങളുടെ സൗന്ദര്യം അത് പ്രദർശിപ്പിക്കാനുള്ള ഒരേ ഒരു ഇടം അത് നിങ്ങളുടെ ഭർത്താവ് മാത്രമാണ്. നിങ്ങളുടെ ഭർത്താവ് മാത്രമാണ്. കല്യാണത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ആഘോഷത്തിന്റെ പേരിലോ നിങ്ങളുടെ സൗന്ദര്യം ഒരാണിനും ഒരന്യ പുരുഷനിലും കാണിച്ചു കൊടുക്കല്ലേ. ഒരന്യ പുരുഷന്റെ മുമ്പിലും പ്രദർശിപ്പിക്കല്ല.
ഹബീബായ തങ്ങൾ പറയുന്നു, അങ്ങനെ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ, അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് പോയാൽ, അങ്ങനെ ആകർഷിപ്പിക്കുന്ന വസ്ത്രം ധരിച്ചാൽ, കാസിയാത്തുൻ ആരിയാത്തുൻ, അവൾ വസ്ത്രം ധരിക്കുന്നു, പക്ഷേ നഗ്നനാണ്, വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ല. ശരീരത്തിന്റെ പല ഭാഗങ്ങൾ കാണുന്നു, ശരീരത്തിന്റെ ബോഡി ഷേപ്പ് പറയുന്നു. ഇങ്ങനെ അതേ അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ ഡ്രസ് ധരിച്ച് അന്യപുരുഷന്മാരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചാൽ, ലാ യദ്ഖുലുൽ ജന്ന, അവൾ സ്വർഗത്തിലേക്ക് കടക്കൂല. മുത്തായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉദ്ഘാടനം ചെയ്യുന്ന ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല ഉമ്മ, സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല സഹോദരി. അങ്ങനെ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവർ വസ്ത്രം ധരിക്കരുത്. സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എന്ന് മാത്രമല്ല, എത്രയോ കിലോമീറ്റർ അപ്പുറം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, ആ സുഗന്ധം പോലും ആ സ്ത്രീക്ക് കിട്ടൂല. അല്ലാഹുവിന്റെ ലഅനത്തുള്ള സ്ത്രീയാണ്. സർവമലായികന്മാരുടെ ലഅനത്ത് ശാപമുള്ള സ്ത്രീയാണ്. അത്രക്കുള്ള സ്ത്രീകള് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുമ്പോ ഇസ്ലാം അനുവദിച്ച ഡ്രസ്സ് വാങ്ങി കൊടുക്കണേ. ഇസ്ലാം അനുവദിച്ച ഡ്രസ്സ് വാങ്ങി കൊടുക്കണം. ഇസ്ലാം വിരോധിച്ച ഒരു വസ്ത്രവും വാങ്ങി കൊടുക്കല്ല. നാളെ ആഖിറത്തിലേക്ക് എത്തിയപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ നരകത്തേക്ക് ഇടുമ്പോ ആ സ്ത്രീകൾ അവിടെ വെച്ച് പറയും, ഓ അല്ലാഹ്, എന്നെ നരകത്തിലേക്ക് കടത്തുന്നതിന് മുമ്പ് ഞാൻ ഈ തമ്മാടിത്തരം ചെയ്യാൻ കാരണമായ, ഞാൻ ഈ വടക്കായ കാര്യം ചെയ്യാൻ കാരണമായ എന്റെ ഉമ്മ അതാ അപ്പുറത്തുണ്ട്, എന്റെ ബാപ്പ അപ്പുറത്തുണ്ട്. അതുകൊണ്ട് അവരെ നെഞ്ചിലേക്കൊന്ന് കയറിക്കൊണ്ടാകണം എനിക്ക് നരകത്തിലേക്ക് പോകേണ്ടത്. അവരെ നരകത്തിലേക്ക് ഇട്ടതിന്റെ ശേഷമാകണം എനിക്ക് നരകത്തിലേക്ക് പോകേണ്ടത്. നാളെ നിങ്ങൾക്കെതിരായി നിങ്ങൾ സർവ്വതും സമർപ്പിച്ച നിങ്ങളുടെ മക്കള് നിങ്ങൾക്കെതിരായി നാളെ സാക്ഷി നിൽക്കും കേട്ടോ. അതുകൊണ്ട് മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കണം. പണ്ട് ഈ ജീൻസ് പാന്റ് ഇടുന്ന കുറെ ആൾക്കാർ അത് ആണുങ്ങൾ മാത്രമായിരുന്നു പണ്ടിട്ടുള്ളത്. ഇന്ന് നടക്കുമ്പോ ആണാണോ പെണ്ണാണോ എന്ന് പരിചയം കിട്ടുന്നില്ല. ഓറും ജീൻസ് പാന്റും ടീഷർട്ട് ഇട്ട് നടക്കുകയാണ്. അതിന് അങ്ങനെയുള്ള ഒരു വസ്ത്രം വാങ്ങി കൊടുക്കുന്ന ഉമ്മമാർ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീന് അതനുസരിച്ച് ജീവിക്കണം. മക്കളെ നന്നായി വളർത്തണം. മക്കൾ ഉണ്ടാക്കാനല്ല പ്രശ്നം, നന്നായി വളർത്തുന്നതിലാണ് നാം നമ്മുടെ ജീവിതം ചെലവഴിക്കേണ്ടത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഹബീബായ മദ്ഹാണ് തങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനം ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിനെ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബുർദ ഇപ്പോൾ ആരംഭിക്കാൻ അടുത്തായി. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, കാരുണ്യത്തിന്റെ കടൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, വീടില്ലാതെ പ്രയാസപ്പെടുന്നവര്, കച്ചവടത്തിൽ ലാഭമില്ലാതെ പ്രയാസപ്പെടുന്നവര്, കൃഷിയിൽ നഷ്ടമെന്ന് പ്രയാസപ്പെടുന്നവര്, എല്ലാത്തിനും പരിഹാരമുണ്ട്. അതെവിടെയാണ്? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനും പരിഹാരമാണ്. തങ്ങൾ കൊടുക്കാത്തതൊന്നുമില്ല. കേട്ടതിനെല്ലാം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. തങ്ങൾ ആരെയും ഹായിബാക്കിയിട്ടില്ല. എല്ലാവർക്കും തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു സമആൻ, ഞാൻ ഈ പറയുന്ന സംഭവം ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബുക്കി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. വെറുതെ പറയുകയല്ല. നമ്മുടെ മഹാന്മാർ മുഴുവനും ഹബീബായ തങ്ങളോട് വിഷമം പറഞ്ഞിട്ടുണ്ട്. അതിന് പരിഹാരം മുത്തായ തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേ ഒരു ദിവസം അതാ ഇബ്നു സമആൻ എന്ന മഹാൻ മക്കയിലേക്ക് പോവുകയാണ്. ഹജ്ജിന് വേണ്ടി, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, സനത 97 ഹിജ്റ 492 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് ഹിജ്റ 11 അത് കഴിഞ്ഞ് ഹിജ്റ 492 ഇബ്നു സമആൻ എന്ന മഹാൻ ഹജ്ജിലേക്ക് പോകുന്നു. അതേ ഹജ്ജിലേക്ക് പോകുമ്പോ മകനെ കൂട്ടിക്കൊണ്ടാണ് ഹജ്ജിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഹജ്ജിലേക്ക് പോകുന്ന വഴിയിൽ പകുതിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന പൊന്നുമകന് ആ പൊന്നുമോനെ കാണാറില്ല. സുബ്ഹാനല്ലാഹ്, ഒരു വാപ്പയ്ക്ക് എങ്ങനെ സഹിക്കും ഒരു മകനെ കാണാതിരിക്കുമ്പോ? ഒരു ബാപ്പയ്ക്ക് എങ്ങനെ സഹിക്കും ഒരു മകനെ കാണാതിരിക്കുമ്പോ? ഹജ്ജിലേക്ക് പോകുന്ന സമയമാണ്, പകുതിയിൽ വെച്ച് മകനെ കാണാറില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് എവിടെയും കാണാനില്ല. അങ്ങനെ ആ പിതാവ് പോവുകയാണ് മദീനയിലേക്ക്. മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയുടെ റൗളാ ശരീഫിന്റെ വാതിലിന്റെ മുമ്പിൽ വെച്ച് ആ മുഹമ്മദ നലത്തേക്ക് ടച്ച് ചെയ്തുകൊണ്ട് ആ മണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ഇബ്നു സമആൻ എന്ന മഹാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സാക്ഷി നിർത്തിക്കൊണ്ട് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു മുത്തായ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങകളെ ഒരുപാട് ദൂരമുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ ഈ മദീനയിലേക്ക് വന്നത്. വരുന്ന സമയത്ത് എന്റെ മകനെ എനിക്ക് പകുതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാണാതെയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, കരഞ്ഞുകൊണ്ട് ആ മഹാൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇനി ഈ മദീനയിൽ നിന്ന് ഞാൻ തിരിച്ചു പോകൂല. ഹത്താ തർദ അലയ്യ ഇബ്നീ, എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ മകനെ കിട്ടാതെ ഈ മദീനയിൽ നിന്ന് ഞാൻ തിരിച്ചു പോകൂല നബിയേ. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുകയാണ്. ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുകയാണ്, സഹായം തേടുകയാണ്. ഇത് സുന്നത്താണ്, ഇത് മഹാന്മാർ പഠിപ്പിച്ചതാണ്, സഹാബികൾ ചെയ്തതാണ്. ദർഗയിലേക്ക് പോകാൻ പാടില്ല, അവിടെയുള്ള മഹാനോട് സഹായം തേടാൻ പാടില്ല എന്ന് വസ്വാസ് ഉണ്ടാക്കുന്ന, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പല നാട്ടിലോ കുടുംബങ്ങളിലോ വസ്വാസ് ഉണ്ടാക്കുന്ന
വഹാബികളോട് പറയണം. ഇത് പറഞ്ഞതാരാണ്? ബഹുമാനപ്പെട്ട ഇമാമുനാ താജുദ്ദീൻ സുബ്കിയാണ് പറഞ്ഞത്. എവിടെയാണ് പറഞ്ഞത്? തബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിലാണ്. എന്താണ് സംഭവം? ഹബീബായ തങ്ങളുടെ റൗള ശരീഫിന്റെ മുന്നിൽ ചെന്ന് നേരിട്ട് ഹബീബായ തങ്ങളോട് സഹായം ചോദിക്കുകയാണ്. എന്റെ മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നബിയേ, ആ മകനെ തിരിച്ചു കിട്ടാതെ ഞാൻ ഒരിക്കലും ഈ മദീനയിൽ നിന്ന് മടങ്ങൂല നബിയേ, ഈ മദീനയിൽ നിന്ന് മടങ്ങൂല. നമ്മുടെ മഹാന്മാർ സഹായം തേടിയവരാണ്. മുൻഗാമികൾ മുഴുവനും ഹബീബായ തങ്ങൾ കേൾപ്പിച്ചവരാണ്. എല്ലാ പ്രയാസങ്ങളും അവിടെ പോയി പറഞ്ഞവരാണ്. റൗള ശരീഫിന്റെ മുന്നിലേക്ക് ചെന്ന് പറഞ്ഞവരാണ്. അതിനെല്ലാത്തിനും പരിഹാരം അവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ശിർക്കാണെന്ന് ഒരു മഹാനും പറഞ്ഞിട്ടില്ല. ഇത് പാടില്ലാത്തതാണ്, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കലാണെന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല, ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലുള്ളതാണ്. മഹാന്മാരോട് സഹായം തേടാൻ അനുവദനീയമാണ്. അല്ലാഹു തആല ആ മഹാന്മാർക്ക് കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവർ നമ്മെ സഹായിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു മുഅ്മിന് ദർഗയിലേക്ക് പോകുമ്പോൾ ആ ദർഗയിൽ കിടക്കുന്ന മഹാൻ അല്ലാഹു ആണെന്ന വിശ്വാസത്തിൽ ഒരാളും സഹായം തേടുന്നില്ല. അങ്ങനെ തേടാൻ പാടില്ല, അത് ശിർക്കാണ്. പക്ഷെ ഞങ്ങൾ സഹായം തേടുന്നത് ഇത് അല്ലാഹു ബഹുമാനിച്ച ഒരു മഹാനാണ്, വലിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സഹായം തേടുന്നത്. അത് അനുവദനീയമാണ്. സർവ മഹാന്മാരും അത് ചെയ്തതാണ്. പരിശുദ്ധ ഖുർആനിൽ അതിന് ആയത്തുണ്ട്, ഹദീസിൽ ഒരുപാട് സംഭവമുണ്ട്, ഒരുപാട് മഹാന്മാർ അത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ആ മഹാൻ മദീനയിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, ലോകത്തിന്റെ നേതാവിന്റെ സവിധത്തിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടാതെ മദീനയിൽ നിന്ന് ഞാൻ പോകൂല നബിയേ, ആ മകനെ എനിക്ക് തിരിച്ചു തരണേ നബിയേ. സുബ്ഹാനല്ലാഹ്. ആ മകനതാ നിമിഷങ്ങൾക്ക് ശേഷം അവിടെ വരികയാണ്. ആ മകനാ മഹാൻക്ക് ലഭിക്കുകയാണ്. മുത്തായ തങ്ങളെ സഹായിക്കുകയാണ്. വഫാത്തായി പോയ തങ്ങളെ സഹായിക്കുന്നുണ്ട്. മരിച്ചവര് വഫാത്തായി പോയവർക്ക് സഹായിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മഹാന്മാർ അവിടെ സഹായം തേടിയത്. അല്ലാഹു തആല നമുക്കും സർവ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേദിയിലിരിക്കുന്ന ഒരുപാട് ആളുകൾ മനസ്സിന് പല വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കടമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്. എന്ത് പ്രയാസമാണോ അതിന് പരിഹാരം ഇവിടെയുണ്ട്. അതിന് പരിഹാരമാണ്. വാദരോഗം പിടിച്ച ബഹുമാനപ്പെട്ട ഇമാമുനാ ബുസൂരി റളിയല്ലാഹു അൻഹു തങ്ങളെ സഹായിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പലരും സഹായിച്ചത് ഹബീബായ തങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അചഞ്ചലമായ ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് എൻ്റെ വാക്ക്. നിങ്ങൾ വിഷമിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അതനുസരിച്ച് ജീവിച്ച് മുത്തായ തങ്ങളുടെ മാതൃക സ്വീകരിച്ച് റസൂലുള്ളാഹിനെ റോൾ മോഡലാക്കി ജീവിച്ച് എന്ത് വിഷമമുണ്ടെങ്കിലും തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ട്. തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. നിങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ ഉണ്ട്.
ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, എൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിലെ പകുതി സമയം ഞാൻ സലാത്തിന് വേണ്ടി ചെലവഴിക്കാം. തങ്ങൾ പറഞ്ഞു പോരാ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള സമയം ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ സമയങ്ങളും മുത്തായ തങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും. അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറയുന്നു, ഇദൻ തുഖ്ഫാ ഹമ്മുക വയുഗ്ഫറു ദമ്മുക. ഓ ഉബയ്യേ, നിന്റെ സർവ പ്രയാസങ്ങൾക്കും പരിഹാരമാണ്, സർവ രോഗങ്ങൾക്ക് ശിഫാ കിട്ടാൻ കാരണമാണ് സലാത്ത്. അതുകൊണ്ട് വിഷമിക്കണ്ട, ധാരാളം സലാത്ത് ചൊല്ലിക്കോളൂ. മദീനയിലേക്ക് സ്വലാത്തിൽ അധികരിപ്പിച്ചോളൂ. ഹബീബായ തങ്ങളുടെ പേരിൽ നിങ്ങളുടെ ദോഷം പൊറുക്കാൻ അത് കാരണമാണ്, എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സദസ്സിൽ ബുർദ മജ്ലിസ് ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സദസ്സിന് വേണ്ടി നല്ല സംഭാവന ചെയ്തവരുണ്ട്. 5000 അതുപോലെ 7, 3, 2 ഇതുപോലെ പല സംഭാവനകൾ ചെയ്തവരുണ്ട്. നമ്മുടെ സ്റ്റേജിന്റെ കാര്യം ഏറ്റെടുത്തവരുണ്ട്. ഇന്നത്തെ ഭക്ഷണം കൊടുത്തവരുണ്ട്, അരി കൊടുത്തവരുണ്ട്. ഇതിനു വേണ്ടി രാപ്പകൽ അധ്വാനിച്ച നമ്മുടെ മനസ്സിന്റെ ചെറുപ്പക്കാരുണ്ട്. എല്ലാവർക്കും മുത്തായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാനേ അവർക്ക് നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. സഹായിച്ച ഒരുപാട് ഉമ്മമാരുണ്ട്. എന്ത് പ്രയാസമുണ്ടെങ്കിലും അല്ലാഹ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. രോഗമുള്ളവരുണ്ട്, പലവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവരുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. മാഷാ അല്ലാഹ്. നമ്മുടെ ഈ സദസ്സിലേക്ക് വെള്ളരി പ്രാവുകളായി എത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക ജമിയത്തുൽ ഉലമയുടെ നിഷേധ്യനായ നേതാവ് സൈനുൽ ഉലമ മാനി ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന KGN ദഅവ കോളേജിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളാണ് നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിയത്. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അല്ലാഹു നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം പഠിക്കാൻ, ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ എല്ലാമായ സൈനുൽ ഉലമ മാനി ഉസ്താദ് വളരെ ക്ഷീണിതനാണ്, വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാഹ്. കർണാടകയുടെ നേതാവാണ്. കർണാടക നമുക്ക് കാണിക്കാൻ പറ്റിയ വലിയ നേതൃത്വമാണ് സൈനുൽ ഉലമ മാനി ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം ആ നേതൃത്വം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. അതിനു മുമ്പ് നമ്മുടെ വേദിയിലുള്ള അതിഥിയായി ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് 1-2 വാക്ക് ആശംസകൾ പറയും. അപ്പോഴേക്ക് നമ്മുടെ ബുർദയുടെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേരും. നമ്മുടെ വേദിയിലുള്ള മാഷാ അല്ലാഹ് നമ്മുടെ ശാന്തിനഗറിലെ ഹാരിസ് മദനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉസ്താദ് 1-2 വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ ദ്വാർക്കാൻ വന്നിട്ടുണ്ട്. ഷബീർ ಸಾಹಿಬ್ ಸೂರ್ಯಮನೆ ಬದ್ರಿಯ ಎಂಜಿನಿಯರ್ಸ್ ಕಳೆದ ವರ್ಷ ವಾಗ್ದಾನ ಮಾಡಿದ ಹಣ ಮನೆಯ ಕೆಲಸ ಕಂಪ್ಲೀಟ್ ಆಗಬೇಕಾಗಿ ದುಆ ಮಾಡಬೇಕು. 4000 ರೂಪಾಯಿ ಅವರು ಏರ್ಪಿಸಿട്ടുണ്ട്. ಅಲ್ಲಾಹುವೇ ನೀ ಕಬೂಲ್ ചെയ്യണേ റഹ്മാൻ.